നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് സിസ്റ്റത്തിൽ നിന്നും ഒരു ബ്രാൻഡ് സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് എന്താണ് ബിസിനസ് സിസ്റ്റംസ് എന്നുള്ളതും രണ്ടാമത്തത് എന്താണ് ബ്രാൻഡ് എന്നുള്ളതും. ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കാണാവുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടാലും മതി. നമുക്ക് എന്താണ് ബിസിനസ് സിസ്റ്റംസ് എന്ന് പറയാം. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്മാൻ ചെയ്യേണ്ടത് ആ ബിസിനസ്സിലെ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതിനെ യോജിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ശരിക്കും ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റംസ് ആണ്. ബിസിനസ് നമുക്ക് എന്ത് പറയാം, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കളക്ഷൻ ഓഫ് സിസ്റ്റംസ് ആണ്. ഡിഫറെൻറ്റ് സിസ്റ്റംസ് നമ്മൾ ഇന്റർകണക്ട് ചെയ്തിട്ട് ആ ബിസിനസ്സിനെ നമ്മളുടെ ഒരു പ്രസൻസ് ഇല്ലാതെ തന്നെ റവന്യൂ ജനറേറ്റ് ആവുന്ന ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ബിസിനസ്സിന് ആ തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആസ് എ ബിസിനസ്മാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ സിസ്റ്റംസ് ആണ്. അല്ലാണ്ട് ഇതിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കേണ്ട ആളുകളല്ല ഒരു ബിസിനസ്മാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇനീഷ്യലി അങ്ങനെ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഒരിക്കലും ഈ ഫുൾ സിസ്റ്റംസ് നമുക്ക് ഉണ്ടാവണം എന്നില്ല. നമ്മൾ ചില ടാസ്കുകൾ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഇല്ലാതെ തന്നെ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. സെയിൽസ് സിസ്റ്റംസ് ഉണ്ട്, മാർക്കറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, ഓപ്പറേഷണൽ സിസ്റ്റംസ് ഉണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, അക്കൗണ്ടിങ് ഉണ്ടാവും, ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റംസുകൾ തമ്മിലുള്ള ഒരു കളക്ഷനാണ് ശരിക്കും ബിസിനസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ 3 സിസ്റ്റംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. ആ 3 സിസ്റ്റം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. 3 സിസ്റ്റംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. 3 സിസ്റ്റംസ് ആണ്. ഒന്ന് ഓപ്പറേഷൻസ് എന്നുള്ളത്. എല്ലാ ബിസിനസ്സുകാരും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ആണ്. നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റിലുള്ള ഒരു ഐഡിയ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സർവീസിലുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അതിൽ നിന്നാണ് എല്ലാ ബിസിനസ്സുകാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും. ഈ രണ്ടാലൊരു കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. എങ്ങനെ ആയിരിക്കും ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് എങ്ങനെ കൊടുക്കും, എന്ത് പ്രൊഡക്റ്റാണ് കൊടുക്കേണ്ടത്, ആ പ്രൊഡക്റ്റിലുള്ള എങ്ങനെ മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്നും വ്യത്യസ്തമാക്കാം, ഈ തരത്തിലൊക്കെ ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ സർവീസിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സർവീസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എങ്ങനെ സർവീസിനെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിൽ ഇതിൽ നല്ല രീതിയിലൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവും ഓപ്പറേഷൻസിൽ. എന്നാൽ മിസ് ഔട്ട് ആവുന്ന 2 സിസ്റ്റംസ് ആണ്. ഒന്ന് മാർക്കറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്, മാർക്കറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. രണ്ടാമത്തെ സെയിൽസ് സിസ്റ്റം എന്നുള്ളത്, സെയിൽസ് സിസ്റ്റംസ് എന്നുള്ളത്. ഇത് പലർക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാതെയാണ് എന്ത് ചെയ്യുക, പല ആക്ടിവിറ്റീസും ചെയ്യുക. ശരിക്ക് മാർക്കറ്റിംഗ് എന്താ, സെയിൽസ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുകയും നമ്മൾ അതിലേക്കുള്ള സിസ്റ്റംസ് ബിൽഡിങ് കൂടെ വേണം. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഓഡിയൻസ്, നമ്മളെ കസ്റ്റമർ ഓഡിയൻസ് ഉണ്ടാവും. ഇവരിൽ നിന്ന് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തേക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ലീഡ്സ് മീൻസ് എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണം. ഒരു ബിസിനസ് ഫുൾഫിൽ ആവണമെങ്കിൽ എപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആ എൻക്വയറീസ് വരാൻ നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിടണം. ഇനീഷ്യലി ചിലപ്പോൾ നമ്മളായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവുക, പക്ഷേ ലോങ് ടേമിൽ അതിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതേപോലെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻക്വയറീസിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെയിൽസ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വേണം, എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതിൽ നിന്നും കിട്ടുന്ന എൻക്വയറീസിനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് അവിടെ ഒരു ബിസിനസ്സിലേക്ക്, ഒരു സെയിലിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, സെയിൽ സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ലീഡ് ഇവിടെ വരുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് സെയിലാക്കുന്നു. സെയിൽ ഓർഡർ നേരെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവിടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അത് ആ കസ്റ്റമറിന് കൊടുക്കുന്നു, അവരെ ഹാപ്പി ആക്കുന്നു. അടുത്ത ലീഡ്സ് വരുന്നു, അല്ലെങ്കിൽ അതിലൂടെ അടുത്ത ലീഡ്സ് ചിലപ്പോൾ വരും. അവരെ തന്നെ അപ്സെൽ ചെയ്തിട്ടോ റീസെൽ ചെയ്തിട്ടോ ക്രോസ് സെൽ ചെയ്തിട്ടൊക്കെ വീണ്ടും അടുത്ത ഓർഡേഴ്സിലേക്ക്, ഡയറക്റ്റ് ഓർഡേഴ്സിലേക്ക് വരും. അല്ലെങ്കിൽ വേറെ ആളെ റെഫർ ചെയ്തിട്ട് നമുക്ക് ലീഡ്സ് വരും, അവരെ വീണ്ടും കൺവേർട്ട് ചെയ്ത് സെയിലാക്കി മാറ്റും. ഇങ്ങനെ ഒരു സർക്കിള് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതിൽ ആ ഒരു ബിസിനസ് പ്രോസസ്സിൽ ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ബ്രാൻഡ് ആവണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, കുറച്ച് പൈസ
കുറച്ച് ഗുഡ്സ് കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാണ്. മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗുഡ്സ് കൊടുത്തിട്ട് ക്യാഷ് വാങ്ങുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവരെ ഉള്ളിൽ നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ഗട്ട് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉള്ളിൽ നിന്ന് നമ്മളെ പറ്റി ഒരു നല്ല ഇംപ്രഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് കഴിഞ്ഞ് പോയതിന് ശേഷം നമ്മുടെ ലോഗോയോ നമ്മളെ പേരോ നമ്മളെ പ്രസൻസോ നമ്മൾ ആരെങ്കിലും മെൻഷൻ ചെയ്യുമ്പോഴോ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീടും ആ നമ്മളുടെ ബ്രാൻഡ് നെയിം അവരെ ഉള്ളിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതേ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരിക എന്നുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ക്യാഷ് വാങ്ങിയിട്ട് ഗുഡ്സ് കൊടുക്കുന്നു. പക്ഷെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങുന്നത് ക്യാഷിൻ്റെ അപ്പുറത്തേക്ക് അവരെ അടുത്തുള്ള നമ്മളുടെ പ്രയോറിറ്റിയും കൂടെ, അവരുടെ ഒരു ഇംപ്രഷനും കൂടെയാണ് അവരുടെ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 പ്രോസസ്സിലും എഫക്റ്റീവ്ലി ബ്രാൻഡിങ് നടക്കണം. ഒരു പൊതുവെ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഡിസൈന്, ലോഗോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബ്രാൻഡായിട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് സ്റ്റാഫിന് ഇത്ര ലീഡ്സ് കൊണ്ടുവരണം എന്നുള്ള ടാർഗറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ എന്ത് വേണം, ഒരു ബ്രാൻഡ് വാല്യൂ കൂടെ ഉണ്ടാക്കണം. ഒരു ബ്രാൻഡ് വാല്യൂ കൂടെ ഇവിടെ ലക്ഷ്യമായിട്ട് വെക്കണം. മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഇവിടെ ഒരു ബ്രാൻഡിങ് നടത്തണം. അഥവാ നമ്മൾ സർവീസിനെ പ്രസൻറ്റ് ചെയ്യണോടത്ത് ജസ്റ്റ് എന്താ പറയുക, ഒരു ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, നമ്മളുടെ ഒരു ഉദ്ദേശം ഉണ്ടാവും, ഈ ബിസിനസ്സിൻ്റെ ഒക്കെ ഉണ്ടാവുന്ന ഒരു നല്ല ഉദ്ദേശം ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ടായിരിക്കണം മാർക്കറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്ത് വരും, ലീഡ്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൈമാറ്റം അവിടെ നടക്കും. നമ്മുടെ ബ്രാൻഡിനെ പറ്റിയുള്ള ഒരു നല്ല ഇംപ്രഷൻ അവിടെ കൊടുക്കും. അത് കഴിഞ്ഞ് ഈ ലീഡ്സ് വന്നതിന് ശേഷം പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവിടെ ഇടപെടുക. അപ്പോൾ സെയിൽസ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യം കൂടെ ബ്രാൻഡ് വാല്യൂ എന്നുള്ള ഒരു കാര്യം കൂടെ അതിൽ അറ്റാച്ച്ഡ് ആവണം. ഇവിടെ ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും മീറ്റിംഗ് ഇരിക്കുമ്പോഴും ഒക്കെ എന്ത് വേണം, ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രഷൻ നമ്മൾ വാങ്ങണം, തിരിച്ചു കൊടുക്കണം. കസ്റ്റമേഴ്സിന് ഈ ഒരു നല്ല ഇംപ്രഷൻ അവരുടെ ബ്രെയിനിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള എലിമെൻസുകളൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാനുള്ളൊരു സിസ്റ്റം നമ്മളെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിന് ശേഷം ഇനി സർവീസ് ആയിക്കോട്ടെ, ഇനി പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസിലാവുമ്പോൾ ആ സർവീസ് ചെയ്യുന്ന രീതികളാണ്. നമുക്കറിയാം പല ബ്രാൻഡഡ് ഷോപ്പിലും ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ മറ്റുള്ള നമ്മളെ നാടൻ ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ടാവും, നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും യൂണിഫോമിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അവിടെ കൊടുത്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷണൽ സിസ്റ്റത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡിങ് പ്രോസസ്സുകളാണ്. അതേപോലെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് പാക്കേജ് ഉണ്ടാവും, പാക്കേജിൻ്റെ അകത്ത് താങ്ക് യു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. നമ്മളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ആ ഇംപ്രഷൻ കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ ഓപ്പറേഷണൽ സിസ്റ്റത്തിലുണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റിലായിക്കോട്ടെ സർവീസിലായിക്കോട്ടെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ പോയിട്ട് ഓരോന്ന് ചെയ്യുക എന്നുള്ളതല്ല. അത് നേരത്തെ പറഞ്ഞു, ഒരു ബിസിനസ്മാൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നിന്നിട്ട് ബിസിനസ്സിനകത്ത് ഇതിനൊക്കെയുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണം, ഈ ഇംപ്രഷനിൽ ഒരു ഗ്രാഫ് ഇങ്ങനെ കാണിക്കാൻ പറ്റണം. നേരത്തെ ഉള്ളതിനെക്കാട്ടും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എത്രത്തോളം ഇംപ്രസ്ഡ് ആണ് ആളുകൾ എന്നുള്ളത് നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. അപ്പോൾ അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്ത് പെർഫോമൻസ് അളക്കാനുള്ള ഒരു മെട്രിക്സ് നമ്മൾ ബിസിനസ് സിസ്റ്റത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ബ്രാൻഡ് സിസ്റ്റം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ബിസിനസ് സിസ്റ്റത്തിന് ഒരു മാറ്റം വരികയുള്ളൂ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡിങ്ങും കസ്റ്റമേഴ്സ് എങ്ങനെ നമ്മളെ ബിസിനസ്സിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതും കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ കസ്റ്റമർ സൈക്കോളജി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.